ഇതൊരു റിക്വസ്റ്റ് ആണ്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണണം. കഴിയുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. എന്താ രാമേന്ദ്ര പ്രശ്നം? ചെങ്ങന്നൂരിലെ KMC ഹോസ്പിറ്റൽ അഥവാ KM ചെറിയാൻ ആശുപത്രി എന്ന കൊള്ള സംഗീതത്തെ കുറിച്ചാണ് ഈ വീഡിയോ. വാലും തുമ്പില്ലാതെ പറഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾ പോയിന്റിലേക്ക് വാ. കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് 2 വീലറിൽ യാത്ര ചെയ്തു വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് സ്കിഡായി. ഞാൻ റോഡിൽ തെറിച്ചു വീണു. മാമനൊന്നും പറ്റിയില്ലേ? മാമന്റെ പുക കാണേണ്ടതായിരുന്നു. എങ്ങനെ രക്ഷപ്പെട്ട? ഇടത്തേക്കയുടെ ഈ ഭാഗത്ത് നല്ല വേദനയും നീരും തോന്നി. KMC ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടി പോയത്. ആദ്യം എക്സ്റേ എടുത്തു, പിന്നെ അവർ CT സ്കാൻ എടുപ്പിച്ചു. കുറച്ചു കഴിഞ്ഞൊരു ഡോക്ടർ വന്നു. ഒരു ആശ്വാസ വാക്ക് പോലും പറയാതെ അയാൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്: സർജറി വേണം, സീരിയസ് ഇഞ്ചുറി ആണ്, ഇന്ന് അഡ്മിറ്റ് ആവണം, നാളെ രാവിലെ ഓപ്പറേഷൻ. സ്വാഭാവികം. പിന്നീട് 6 ആഴ്ച കയ്യിൽ പ്ലാസ്റ്റർ ഇടണം. ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ കൂടെ ഉണ്ടായിരുന്നത് അനിയൻ ഫസലാണ്. അവനോട് സർജറി എക്സ്പെൻസിന്റെ കാര്യം സംസാരിക്കാൻ ഡ്യൂട്ടി മാനേജറെ കാണാൻ പറഞ്ഞു. ഒരു മനസാക്ഷിയുമില്ലാതെ 2 ലക്ഷം രൂപയാകും ഓപ്പറേഷൻ എന്ന് അയാളും പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. എത്രയും വേഗം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു. 5885 രൂപ അവർ ബില്ലടപ്പിച്ചു. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത്? പിന്നീട് സീനിയർ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ ഹരിദാസ് സാറിനെയും നസീർ സാറിനെയും ഞങ്ങൾ പോയി കണ്ടു. ഒപ്പീനിയൻ എടുത്തു. ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, 3 ആഴ്ച ബാൻഡേജ് കയ്യിൽ ചുറ്റുക, എല്ലാം ശരിയാകും, വേറെ ഒന്നും പേടിക്കാനില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്താ ഉറക്കം വരുന്നു. ഈ KMC ഹോസ്പിറ്റലിൽ നിന്ന് സീരിയസ് ഇഞ്ചുറി ആണ്, സർജറി വേണമെന്നൊക്കെ പറഞ്ഞ കാര്യം ഇവരെ അറിയിച്ചപ്പോൾ ഈ 2 ഡോക്ടർമാരും ഞെട്ടിപ്പോയി. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ഏറ്റവും വിഷമിപ്പിച്ചത് 35 വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറാണ് 2 ലക്ഷം രൂപയുടെ തട്ടിപ്പ് സർജറി നാളെ തന്നെ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എത്ര പാവങ്ങളെ ഇവർ ഇതുപോലെ പറ്റിക്കുന്നുണ്ടാവും. എത്ര ശരീരങ്ങൾ ഇതുപോലെ ഒരു കാര്യവുമില്ലാതെ കീറി മുറിക്കുന്നുണ്ടാവും. എത്ര ലക്ഷങ്ങൾ ഇങ്ങനെ കൊള്ള നടത്തുന്നുണ്ടാവും. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിനൊന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ഇനി ഒരാളും നിവൃത്തിയുണ്ടെങ്കിൽ ചെങ്ങന്നൂരിലെ KM ചെറിയാൻ ഹോസ്പിറ്റലിൽ പോവരുത്. നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഈ മെഡിക്കൽ ടേംസ് വെച്ച് മറുപടി പറഞ്ഞാലും നിങ്ങൾ കേസ് കൊടുത്താലും അതെനിക്കൊരു പ്രശ്നമല്ല. ഞാനത് നേരിട്ടോളാം. ധൈര്യമുണ്ടെങ്കിൽ നീ കടലോട്ട് വാടാ, വരുന്നടോ. ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ അദ്ദേഹത്തിന് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അത് 1 മില്യണിലധികം ആൾക്കാർ കാണുകയും പലരും അത് ഷെയർ ചെയ്യുകയും അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. വളരെ മോശം കമൻറ്റുകളും ഉൾപ്പെടെ. എന്നിട്ട് അതിൽ ഇവിടെ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്ന ഡോക്ടർമാരെ പലരും ടാഗ് ചെയ്യുകയും അവരുടെ പേഴ്സണൽ ഇൻബോക്സിലോട്ട് പലരും മോശമായിട്ടുള്ള മെസ്സേജുകൾ അയക്കുകയും ചെയ്യുന്ന ഒരു അവസരം വന്നപ്പോഴാണ് ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ ജനങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നീ ഒന്നും പണയണ്ട. ഇതിൽ പറയുന്ന വ്യക്തി ഷിഹാസ് എന്ന് പറയുന്ന വ്യക്തി 3/3/2026 ഒരു വാഹന അപകടത്തെ തുടർന്ന് KM ചെറിയാൻ ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിൽ വരികയും എന്നിട്ട് അദ്ദേഹത്തിന് എൻ്റെ ജൂനിയർ കോളീഗ് അദ്ദേഹത്തിനെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സ്റേ എടുക്കുകയും എക്സ്റേയിൽ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് ആ ഫ്രാക്ചർ എന്തോന്ന് മനസ്സിലായതിനെ തുടർന്ന് ഈ രോഗിയോട് ഈ ഫ്രാക്ചറിൻ്റെ സവിശേഷത പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതിന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു CT സ്കാൻ എടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ഈ CT സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം വില്ലിംഗ് ആയിരുന്നു. അതിനുശേഷം CT സ്കാൻ എടുത്തു. CT സ്കാനിനകത്തെ ഈ ഫ്രാക്ചറിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഫ്രാക്ചർ എന്താണ്, ഫ്രാക്ചർ എന്തൊക്കെയാണ് ഫ്രാക്ചർ കയ്യിൽ സംഭവിച്ചിരിക്കുന്നത്, അതിൽ എത്രത്തോളം ആ ഫ്രാക്ചർ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്, എല്ലാത്തിനും അദ്ദേഹത്തിന് വളരെ വിശദമായിട്ട് ഇദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? കുറച്ചു കഴിഞ്ഞൊരു ഡോക്ടർ വന്നു. ഒരു ആശ്വാസ വാക്ക് പോലും പറയാതെ അയാൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്: സർജറി വേണം, സീരിയസ് ഇഞ്ചുറി ആണ്, ഇന്ന് അഡ്മിറ്റ് ആവണം, നാളെ രാവിലെ ഓപ്പറേഷൻ. അതിനുശേഷം ഇദ്ദേഹത്തിന് ഇതിൻ്റെ സർജറിയുടെ എക്സ്പെൻസ് എത്രയാണെന്ന് ചോദിച്ചു. അതിന് കോസ്റ്റ് കൗൺസിലിങ്ങിന് അദ്ദേഹത്തിനെ വിടുകയും തുടർന്ന് അദ്ദേഹം തിരിച്ചു വന്നിട്ട് നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുകയാണ്, ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്യുകയാണ്, വെള്ളിയാഴ്ച തൊട്ട് ഞാൻ വേറെ ഒരു മീഡിയയിലോട്ട് മാറുകയാണ്, എനിക്ക് പ്ലാസ്റ്റർ ഒന്നും ഇടാൻ പറ്റിയല്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പുള്ളി എക്സ്റേയും ബാക്കിയുള്ളതും കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം ആ റീലിൽ പറയുന്ന സംഭവങ്ങൾ വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ആ റീലിൽ അദ്ദേഹം കാണിക്കുന്നിടത്ത് ഒരു മിന്നായം പോലെ മിന്നിമറയുന്ന ആ എക്സ്റേ തന്നെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ അസുരോഗത്തെക്കുറിച്ച് വിവരമുള്ള ആൾ പോലും വേണ്ട.
ഒരു 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 സാധാരണ മനുഷ്യന് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതൊരു നോർമൽ അല്ല, അതിനകത്തൊരു പൊട്ടലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. എവിടെ എവിടെ പിന്നെ അതിനുശേഷം അദ്ദേഹം കാണിക്കുന്ന റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒരു ക്വാളിഫൈഡ് റേഡിയോളജിസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഇറ്റ്സ് എ ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ ഓഫ് ഡിസ്റ്റൽ എൻഡ് ഓഫ് റേഡിയസ്. പറയുകയാണെന്നുണ്ടെങ്കിൽ അകന്നിരിക്കുന്ന നമ്മുടെ കൈക്കുഴ റിസ്റ്റ് ജോയിന്റിന്റെ കുഴയിലുള്ള റേഡിയസ് എന്ന് പറയുന്ന അസ്ഥിയിൽ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രാക്ചർ ഉണ്ടെന്നാണ്. സത്യമായി പറയുന്നവനായി 30 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഒരു ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചറിന് ഇപ്പോഴത്തെ നിലവിലത്തെ ഓർത്തോപെഡിക് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് സർജറിയാണ്. വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇദ്ദേഹം അതിനുശേഷം നാട്ടിലോട്ട് പോവുകയും അവിടെ ഏതോ ഒരു ഡോക്ടറെ ഇതെല്ലാം കാണിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് കണ്ട് ഇത് സർജറി വേണമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ആ ഡോക്ടർ ഞെട്ടി തെറിച്ചു പോയി എന്നാണ് പറയുന്നത്. വേറെ ഒരു ഡോക്ടറെയും കാണിച്ചു, ആ ഡോക്ടർ ഞെട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 ഡോക്ടർമാർ ഞെട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു പ്ലാസ്റ്റർ പോലും ആവശ്യമില്ല, ഇതിലൊരു സ്ക്രാച്ച് ഉള്ളതെന്ന് പറഞ്ഞു. ഈ സ്ക്രാച്ച് എന്നുള്ള വാക്കിനെ നമ്മളൊരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ എന്നുള്ള രീതിയിൽ എടുത്താൽ പോലും അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ സ്ക്രാച്ചിന് എനിക്ക് കൊടുക്കാൻ തോന്നിയ ഒരു നിർവചനം അങ്ങനെയാണ്, ഒരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ ആണെങ്കിൽ പോലും ഒരു പ്ലാസ്റ്റർ ആവശ്യമാണ്. ഇദ്ദേഹത്തിന് റീൽ ചെയ്തേക്കുന്ന വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ കണ്ടാലറിയാം, അദ്ദേഹം കയ്യിലൊരു ബാൻഡേജ് മാത്രം ചുറ്റിയിട്ടാണ് പറഞ്ഞു 3 ആഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. ഡോക്ടർ 3 ടാബ്ലറ്റ് എഴുതി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അതിനൊന്നും ഇല്ലേ? ഈ അദ്ദേഹത്തിൻ്റെ റീല് കണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റീല് കണ്ട് ഞെട്ടി പ്രതികരിച്ച ജനങ്ങളോടും അദ്ദേഹത്തിൻ്റെ എക്സ്റേ കണ്ട് ഞെട്ടിയ ഡോക്ടർമാരോടും പിന്നെ പൊതുവായിട്ടുള്ളൊരു വിവരത്തിനും വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. വേണ്ട. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജോയിൻറ്റിനുള്ളിലോട്ട് പൊട്ടലിൻ്റെ വര, അല്ലെങ്കിൽ പൊട്ടൽ നിങ്ങളുടെ ജോയിൻറ്റിനുള്ളിലോട്ട് നീങ്ങി അത് ജോയിൻറ്റിനുള്ളിലൂടെയാണ് ആ പൊട്ടലിൻ്റെ വര കടന്നു പോകുന്നതെങ്കിലാണ് അതിനെ നമ്മൾ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചേഴ്സ് എന്ന് പറയും. ഇദ്ദേഹത്തിൻ്റെ എക്സ്റേയിലും CT-യിലുമുള്ള ഫൈൻഡിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ എന്ന് പറയും. അതായത് പൊട്ടൽ ജോയിൻറ്റിനകത്തോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പം ലോകത്തെല്ലായിടത്തും ഇതിനൊരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ, റിജിഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ, അനാറ്റമിക്കൽ റിഡക്ഷൻ ആൻഡ് റിജിഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ. അതാണ് ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ജോയിൻറ്റിനകത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഫ്രാക്ചറിൻ്റെ ട്രീറ്റ്മെൻറ്റ്. മൂത്തവർ വാക്കും മുതുനെല്ലിക്കയും ആദ്യവും പിന്നെയും ഒക്കെ മധുരിക്കുന്നുള്ള കാര്യം നീ മനസ്സിലാക്കിയില്ല. ഒരു ചെറിയ ക്രാക്ക്, അദ്ദേഹം പറയുന്ന സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ക്രാക്ക് ആണെങ്കിൽ പോലും പ്ലാസ്റ്റർ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ്. അല്ലാതെ ബാൻഡേജ് എന്ന് പറയുന്ന ഒരു സാധനം ചുറ്റി ഫ്രാക്ചർ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. അപ്പോൾ ഈ റീലിട്ട മിസ്റ്റർ ഷിഹാസിനെ ഞാൻ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാണ്, നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാണ്. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. ഒരെണ്ണം പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഞാൻ സമ്മാനമായിട്ട് തന്നിരിക്കും. ഉറപ്പിക്കട്ടെ, ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും. നിങ്ങൾക്ക് ഞാൻ 4 ദിവസത്തെ സമയം തരാം. ഇതിലേതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടേക്കുന്ന പോസ്റ്റ് പിൻവലിച്ച് പരസ്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചേക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾ ക്ഷമാപണം നടത്തണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കും. നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഈ മെഡിക്കൽ ടേംസ് വെച്ച് മറുപടി പറഞ്ഞാലും നിങ്ങൾ കേസ് കൊടുത്താലും അതെനിക്കൊരു പ്രശ്നമല്ല, ഞാനത് നേരിട്ടോളാം. ഞാൻ പറഞ്ഞത് അത്രയും എൻ്റെ അനുഭവങ്ങളാണ്, 100% സത്യമാണ്.